സംസ്ഥാനത്തെ പോലീസിനോ ഇൻകം ടാക്സിനോ മാത്രമല്ല ഇഡിക്കും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ വരെ അന്വേഷിച്ചു ചെന്ന് കയറാനുള്ള എല്ലാ തെളിവുകളും ഇതിനകത്തുണ്ട്. ഇനി എന്ത് ചെയ്യാനാ രാജീവിന്റെ പ്ലാൻ? ഈ തെളിവുകൾ വെച്ച് നമ്മൾ അവന്തികയെ പൂട്ടും. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും അറിയാനുള്ള പരക്കം പാച്ചില്ല ആ അവന്തികയും അവളുടെ കൂലിപ്പട്ടളവും. ഒരു കാരണവശാലും അവർക്ക് പിടികൊടുക്കരുത്. ഏത് വിധേനയും അവർ നിങ്ങളെ അപായപ്പെടുത്താൻ നോക്കും. എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു ദിവസം കോടതിയിൽ എല്ലാവർക്കും മുമ്പിൽ വന്നല്ലേ പറ്റൂ. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. പക്ഷേ കോടതിയിലെത്തുന്ന ആ ദിവസം വരെ നിങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അനിരുദ്ധന്റെ കൊലപാതകിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ച ശേഷം മാത്രമേ എന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. കാണാതിരുന്നപ്പോ ഒന്ന് പേടിച്ചു. ഏറ്റുമുട്ടുന്നത് അവന്തിയോടെയാ. 4 ചുറ്റിലും കണ്ണു വേണം. അതെനിക്കറിയാം. വളരെ സൂക്ഷിച്ചാ ഞാനും അമ്മയോടെ നിൽക്കുന്നത്. എന്തായി? ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തോ? ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് തന്നതിന് നന്ദി പറയേണ്ടത് സമൃദ്ധ ചേച്ചിയോടാണ്. താങ്ക്സ് ചേച്ചി. നന്ദി എന്തിനാ പറയുന്നേ? അവന്തികയെ പൂട്ടേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. അതിൽ ഓരോരുത്തരും അവരുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവരുടെ മുഴുവൻ രഹസ്യങ്ങളും ഈ പെൻഡ്രൈവിലുണ്ട്. നമ്മളാരും ഇതുവരെ വിചാരിച്ച ആളല്ല അവന്തിക എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ ഈ തെളിവുകൾ ധാരാളം മതിയാകുമല്ലോ. ഇതാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. അവന്തിയെ തീർക്കാനുള്ള വജ്രായുധം. അർച്ചന ചേച്ചി സാറും വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ കൊന്നത് ആരെന്ന് പോലും അറിയാതെ ഞാനും അമ്മയും ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ. കുറച്ചുനാൾ കൂടി നിങ്ങൾ അവന്തികയുടെ വീട്ടിൽ താമസിക്കേണ്ടി വരും. ഈ കേസിനൊരു അന്ത്യം ഉണ്ടാകുന്നത് വരെ ഞാനും അമ്മയും ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കും. എൻ്റെ അച്ഛനെ കൊന്ന് ഞങ്ങൾ അനാഥരാക്കിയ രാക്ഷസിയെ കൈ വിലങ്ങ് വെച്ച് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞേ ഞാനും അമ്മയും അവിടെ നിന്ന് തിരിച്ചു പോകൂ. നിങ്ങളൊന്നുകൊണ്ട് ഭയപ്പെടണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട്. അവന്തികയുടെ കണ്ണുകൾ എവിടെ എത്തും. അതുകൊണ്ട് വളരെ അത്യാവശ്യത്തിന് മാത്രം മതി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ. ആദ്യം ഇതിനകത്തുള്ള ബോംബുകൾ എന്താണെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. മുംബൈയിലെയും വിദേശത്തെയും അവളുടെ കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഇവരൊക്കെ അവളുടെ ദുബായിലെ ബിസിനസ് പാർട്ട്നേഴ്സാ. നമ്മൾ വിചാരിച്ച ആളല്ല അവന്തിയെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയറുകളെല്ലാം എഴുതി വാങ്ങി സ്വന്തം പേരിൽ ഒരു കമ്പനി തുടങ്ങിയ ആൾ മാത്രമല്ല ഇന്ന് അവന്തിക. മുംബൈയിലും ഗൾഫിലും ഒക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമാണ് അവന്തിക അസോസിയേറ്റ്സ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് വളർന്നു അവന്തിക, അല്ലേ? അതെ. ഏത് സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടാനും ഫൈറ്റ് ചെയ്യാനും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവന്തിക ഒരു സാധാരണ ബിസിനസ്സുകാരിയാണെന്ന് ഞാനും തിരിതിരിച്ചു.
പക്ഷേ ഇത് കളി വേറെയാണ്. വിദേശത്തെ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടുള്ള കൊളാബറേഷൻ, മറ്റു മേഖലയിലെ നിക്ഷേപങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് അവന്തിയുടെ രഹസ്യങ്ങൾ. അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളും ആസ്തികളും മറ്റ് ബിനാമി ഇടപാടുകളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം രാജീവ്. അവളെ വെറുതെ വിടരുത്. സംസ്ഥാനത്തെ പോലീസിനോ ഇൻകം ടാക്സിനോ മാത്രമല്ല, ഇഡിക്കും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ വരെ അന്വേഷിച്ചു ചെന്ന് കയറാനുള്ള എല്ലാ തെളിവുകളും ഇതിനകത്തുണ്ട്. ഇനി എന്ത് ചെയ്യാനാ രാജീവിന്റെ പ്ലാൻ? ഈ തെളിവുകൾ വെച്ച് നമ്മൾ അവന്തികയെ പൂട്ടും. എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ഈ ഡീറ്റെയിൽസ് നമ്മൾ കൈമാറും. പൊളിച്ചെടുക്കും അവളെ നമ്മൾ. ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്നോണ്ട് വീഴ്ചയുടെ ആഘാതവും അത്രയ്ക്ക് വലുതായിരിക്കും അല്ലേ? അതെ, ചെയ്തു കൂട്ടിയ പാവങ്ങളുടെയൊക്കെ ശിക്ഷ അനുഭവിക്കാതെ അവന്തികയെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാജീവ്? ഒരുപാട് നാളായി രാജീവിനോട് ഇക്കാര്യം ചോദിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കായിരുന്നു. അവന്തികയോട് രാജീവിന് ഇത്രയും പക തോന്നാൻ എന്താ കാരണം? വെറൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പോരാട്ടം മാത്രമാണോ ഇത്? അല്ല, അർച്ചന കണക്കൂട്ടിയ ശരിയാണ്. അവന്തിയോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. അർച്ചനയും ഗോകുലും അന്ന് എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രൂപത്തിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഉടനീളം ഒരുമിച്ചുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് രാജീവിന് എന്നെ അറിയാവുന്നതല്ലേ? ഗോകുലിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സച്ചേട്ടനപ്പുറം ഒരു ലോകം എനിക്കില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവന്തികയോടുള്ള എല്ലാ കണക്കുകളും തീർത്ത് അവളെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കണം. എങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ സച്ചേട്ടനും കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. നാളെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ഞാൻ ഈ ഫയൽ കൈമാറും. മനുഷ്യക്കടത്തടക്കമുള്ള ബിസിനസ്സുകൾ ഈ വൻ റാക്കിന്റെ പിന്നിലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അവന്തികയ്ക്ക് ബിസിനസ് ബന്ധമുള്ള മുംബൈയിലെയും ദുബായിലെയും ചില കമ്പനികൾ നേരത്തെ ഇതുപോലെ പല കാരണങ്ങൾക്കും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ ബിസിനസ്സുകളൊന്നും നിയമാനുസൃതമാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാത്തിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണം.